ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. 4 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റോസ്മേരി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചു മാറ്റുന്ന ടോണർ ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഹെയർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ 5 മക്കൾക്കും ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അമ്മിണിയമ്മയുടെ ഹെയർ ഓയിലാണ് കേട്ടോ. ജലദോഷം, തുമ്മൽ, അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. താരനൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ടും പറ്റും. ചിങ്കാരിയുടെ മുടിക്ക് നല്ലതുപോലെ ഉള്ളു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടിയിലും കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോണർ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. മുടി കഴുകാനായിട്ട് അമ്മിണിയമ്മയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കണ്ടീഷണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റി വെച്ചിരിക്കുന്ന ടോണറിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അമ്മിണിയമ്മയുടെ ഹെയർ ഓയിലും കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മുടിക്ക് ഉള്ളു വെക്കുകയും മുടി നല്ല നീളത്തോടു കൂടി വളരുകയും ചെയ്യും. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മുടി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുടി കിടക്കണ കണ്ടില്ലേ, നല്ല റിസൾട്ടാണ് കേട്ടോ. ബൈ. താങ്ക് യു.